തമിഴ്നാട്ടിലെ വിജയ് സർക്കാരിൻ്റെ തനിനിറം എല്ലാവരും ഭയപ്പെട്ടതുപോലെ പുറത്തു വന്നിരിക്കുന്നു. തമിഴ്നാട് ഭരിക്കുന്ന പുതിയ സർക്കാരിൻ്റെ ലക്ഷ്യം ഹിന്ദു മതത്തെ ഉന്മൂലനം ചെയ്യുകയാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ തെറ്റ് പറയാൻ പറ്റില്ല. ഇന്നലെ ദേശീയ വാർത്താ ചാനലായ റിപ്പബ്ലിക് ടി വിയിൽ അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ടി വിയിൽ തമിഴ്നാട്ടിലെ നിയമമന്ത്രി CTR നിർമ്മൽ കുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾക്കറിയാവുന്ന വിഷയമാണ്. തമിഴ്നാട്ടിലെ അതിപ്രശസ്തമായ മുരുകക്ഷേത്രമായ തിരുപ്പറക്കുൻട്രം ക്ഷേത്രം, മുരുകൻ്റെ 6 പടവീടുകളിലൊന്നാണ്. മുരുകൻ ദേവയാനിയെ വിവാഹം കഴിച്ച സ്ഥലമാണ് തിരുപ്പറക്കുൻട്രം. അവിടെ പൗരാണികമായ ഒരു ദീപസ്തംഭമുണ്ട്. ആ ദീപസ്തംഭത്തിൽ വിളക്ക് കൊളുത്താനുള്ള ഹിന്ദുക്കളുടെ അവകാശത്തെ, കാർത്തിക വിളക്കിന്, തൃക്കാർത്തികയ്ക്ക് വിളക്ക് കൊളുത്താനുള്ള ഹിന്ദുക്കളുടെ അവകാശം മുൻ മുഖ്യമന്ത്രി DMKയുടെ സ്റ്റാലിൻ തടഞ്ഞിരുന്നു. അതിനെതിരെ ഹിന്ദുക്കൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയിൽ ജസ്റ്റിസ് GR സ്വാമിനാഥൻ പറഞ്ഞു ഹിന്ദുക്കൾക്ക് വിളക്ക് കൊളുത്താം എന്ന് പറഞ്ഞു. വിളക്ക് കൊളുത്താനുള്ള അനുമതി ഹൈക്കോടതി സിംഗിൾ ജഡ്ജ് വിധിച്ചിട്ട് തമിഴ്നാട് സർക്കാർ നടപ്പാക്കിയില്ല. ഒടുവിൽ ജസ്റ്റിസ് GR സ്വാമിനാഥൻ പറഞ്ഞു കേന്ദ്രസേനയെ വിളിച്ച് വിളക്ക് കൊളുത്താൻ പറഞ്ഞു. അങ്ങനെയാണ് കഴിഞ്ഞ തൃക്കാർത്തികയ്ക്ക് തിരുപ്പറംകുൻട്രം എന്ന് പറയുന്ന പൗരാണികമായ മുരുകക്ഷേത്രത്തിൽ കാർത്തിക ദീപം തെളിഞ്ഞത്. തമിഴ്നാട് സർക്കാർ പക്ഷേ അതിനെതിരെ അപ്പീൽ പോയി, ഡിവിഷൻ ബെഞ്ചിൽ പോയി. ഡിവിഷൻ ബെഞ്ചിൽ എത്തിയപ്പോഴത്തേക്ക് ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസുമാരായ ജയചന്ദ്രനും KK രാമകൃഷ്ണനും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു ഈ ദീപസ്തംഭം എന്ന് പറയുന്നത് ദേവസ്വത്തിൻ്റെ ഭൂമിയിലിരിക്കുന്നതാണ്. ദേവസ്വത്തിൻ്റെ ഭൂമിയിലിരിക്കുന്ന ഈ ദീപസ്തംഭത്തിൽ വിളക്ക് കൊളുത്തുന്നതിന് എന്താണ് തടസ്സം? തമിഴ്നാട് സർക്കാർ പറഞ്ഞു അതിൻ്റെ മുകളിൽ സിക്കന്ദർ ദർഗ എന്ന് പറഞ്ഞൊരു ദർഗ, മുസ്ലിങ്ങളുടെ ഒരു ചെറിയ പള്ളിയുണ്ട്. ചെറിയ പള്ളിയല്ല, വലിയ പള്ളി. ഒരു ദർഗയായിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ വലിയ മസ്ജിദായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് അവിടേക്ക് വരുന്ന ആളുകളുടെ വികാരം വ്രണപ്പെടും, ക്രമസമാധാന പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ സ്ഥലത്തിരിക്കുന്ന ദീപസ്തംഭത്തിൽ വിളക്ക് കൊടുത്താൻ പാടില്ല. അതുകൊണ്ട് സിംഗിൾ ജഡ്ജിൻ്റെ ഉത്തരവ്, GR സ്വാമിനാഥൻ്റെ ഉത്തരവ് മരവിപ്പിക്കണമെന്നായിരുന്നു ഡിവിഷൻ ബെഞ്ചിൽ തമിഴ്നാട് സർക്കാരിൻ്റെ DMK സർക്കാരിൻ്റെ ആവശ്യം. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞ് അതിൻ്റെ ഒന്നും കാര്യമില്ല. നൂറ്റാണ്ടുകളായിട്ട് തുടർന്ന് വരുന്ന ആചാരം. ക്ഷേത്രത്തിൻ്റെ ഭൂമിയിലുള്ള ദീപത്തൂണിൽ വിളക്ക് കൊളുത്തിയാൽ അങ്ങനെ മതസൗഹാർദ്ദമൊന്നും തകരത്തില്ല. മാത്രമല്ല ഇത് തിരുപ്പറംകുൻട്രമാണ്, മുരുകൻ്റെ മലയാണ്. അവിടെ മുസ്ലിം വിശ്വാസപ്രകാരം നിങ്ങളൊരു ദർഗയുണ്ടെന്ന് പറഞ്ഞ് ഇറച്ചി വെട്ടാനും മാംസം വിളമ്പാനും ഉള്ള പരിപാടിയൊന്നും നടക്കത്തില്ല. ആ വഴി പോകാനും പാടില്ല. അവിടെ പെരുന്നാളിന്, ബലിപ്പെരുന്നാളിന് ആടിനെ അറക്കണം, എന്നിട്ട് മാംസം വിതരണം ചെയ്യണം എന്നുള്ള ഇവരുടെ ആവശ്യവും ഹൈക്കോടതി തള്ളി. ക്രമസമാധാന പ്രശ്നം എന്നുള്ള നിങ്ങളുടെ തർക്കം ഒരു ഇമാജിനറി ഗോസ്റ്റാണ്, സാങ്കല്പിക ഭൂതം മാത്രമാണ്. ഇനി ക്രമസമാധാനം ലംഘിക്കാൻ ആരെങ്കിലും വന്നാൽ അവരെ നേരിടുക എന്നുള്ളത് സർക്കാരിൻ്റെ പണിയാണ് എന്നുകൂടി പറഞ്ഞിട്ടാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഹിന്ദുക്കളുടെ അവകാശം സ്ഥാപിച്ച് കിട്ടിയത്. ഇതിനെതിരെ സ്റ്റാലിൻ സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി പറഞ്ഞു ഞാൻ ഇതിലൊന്നും ഇടപെടുന്നില്ല, ഞങ്ങൾ ഇതിലൊന്നും ഇടപെടുന്നില്ല. ഡിവിഷൻ ബെഞ്ച് തീരുമാനിച്ചിട്ടുണ്ട്, ഡിവിഷൻ ബെഞ്ചിൻ്റെ തീരുമാനം നടപ്പാകും എന്ന് പറഞ്ഞു. അതായത് പൗരാണികമായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തിരുപ്പറംകുൻട്രം ക്ഷേത്രത്തിൽ അവിടെയുള്ള ദീപത്തൂണിൽ കാർത്തിക വിളക്ക് തൃക്കാർത്തികയ്ക്ക് കൊളുത്താനുള്ള അവകാശം ഹിന്ദുക്കളുടേതാണ് എന്ന് രാജ്യത്തെ പരമോന്നത നീതിപീഠം വരെ അനുവദിച്ച് ഉത്തരവിട്ടിട്ടുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലെ വിജയുടെ മന്ത്രി പറയുകയാണ് അതൊന്നും പറ്റത്തില്ല, ക്രമസമാധാന പ്രശ്നം ഉണ്ടാവും. എവിടെ? മുരുകൻ്റെ ക്ഷേത്രത്തിൽ ദേവസ്ഥാനത്തുള്ള ദീപത്തൂണിൽ വിളക്ക് കൊളുത്തിയാൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാവും. ഇത് കോടതി പറഞ്ഞതാണ്. കോടതി എപ്പോൾ പറഞ്ഞു ഇതൊരു സാങ്കല്പിക ഭൂതമാണ്, ആരെങ്കിലും ക്രമസമാധാനം ഭംഗമുണ്ടാക്കാൻ വന്നാൽ അവരെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. ആ ദീപത്തൂണിൽ വിളക്ക് കൊളുത്താനുള്ള ഹിന്ദുക്കളുടെ അവകാശം സംരക്ഷിച്ചു തരാനുള്ളതാണ്, കൊടുക്കാനുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. അതാണ് സുപ്രീം കോടതി ശരിവെച്ചത്. അത് നടപ്പാക്കില്ല എന്നാണ് തമിഴ്നാട്ടിലെ വിജയുടെ സർക്കാരിലെ നിയമമന്ത്രി നിർമ്മൽ കുമാർ പറയുന്നത്. അയാൾ നിയമമന്ത്രിയാണ്. ഒരു സുപ്രീം കോടതി വരെ അംഗീകരിച്ച ഒരു ഉത്തരവ് നടപ്പാക്കാൻ പറ്റില്ല എന്നൊരു സംസ്ഥാനത്തിൻ്റെ നിയമമന്ത്രിക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ അവർക്ക് സാങ്കേതികത്വം പറഞ്ഞ് നടപ്പാക്കാതിരിക്കാം. കാരണം അവിടെ കുറേ ഗുണ്ടകളെ പറഞ്ഞു വിട്ടിട്ട് ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കിയാൽ മതി. അത് ചെയ്യും. കാരണം ഇപ്പോൾ എന്തുകൊണ്ടാണ് വിജയുടെ സർക്കാർ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വിജയുടെ സർക്കാരിൽ മുസ്ലിം ലീഗുണ്ട്, CPM ഉണ്ട്.
ഈ മുസ്ലിം ലീഗും ഈ CPM-ഉം എല്ലാം ചേർന്ന് കേന്ദ്രസേനയുടെ സഹായത്തോടെ ഹിന്ദുവിൻ്റെ ക്ഷേത്രത്തിൽ വിളക്ക് കൊളുത്താൻ ഉത്തരവിട്ട് സഹായം ഉറപ്പാക്കിയ സമയത്ത് ആ ജസ്റ്റിസ് GR സ്വാമിനാഥനെ ഇംപീച്ച് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പാർലമെൻറ്റിൽ പ്രമേയം അവതരിപ്പിക്കാൻ ശ്രമിച്ചവരാണ് DMK-യും മുസ്ലിം ലീഗും അടക്കമുള്ളവർ. അതിൽപ്പെട്ട മുസ്ലിം ലീഗിന് ഇപ്പോൾ ഭരണ പങ്കാളിത്തമുള്ള സർക്കാരാണ് വിജയുടെ സർക്കാർ. എന്തോ മലമറിക്കാൻ പോകുന്ന വലിയ പ്രതീക്ഷയാണ് എന്ന് പ്രതീക്ഷിച്ചവർക്ക്, കരുതിയവർക്ക് കൃത്യമായ ഉത്തരം കിട്ടിയിരിക്കുന്നു. ഹിന്ദു വിരുദ്ധ സർക്കാരാണ്. അവിടെ തിരുപ്പറംകുன்றത്തെ ഹിന്ദുക്കളുടെ അവകാശങ്ങളെ അംഗീകരിക്കത്തില്ല. സുപ്രീം കോടതി ശരിവെച്ചാലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചാലും ഞങ്ങളത് നടപ്പാക്കത്തില്ല. പണ്ടത്തെ പോലെ അമ്പലത്തിൻ്റെ മുറ്റത്ത് വേണേൽ കത്തിച്ചാൽ മതി. ഇതാണ് തിരുപ്പറംകുன்றത്തെ ഏറ്റവും പുതിയ വാർത്ത. ഇത് നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞിട്ടില്ല. തിരുപ്പറംകുன்றம் എന്ന് പറയുന്ന ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്നത് കേരളത്തിൽ ഒരൊറ്റ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്താ അവിടുത്തെ പ്രശ്നം? നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു ക്ഷേത്രം, അതിപുരാതനമായ ക്ഷേത്രം, മുരുകവിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട 6 ക്ഷേത്രങ്ങളിലൊന്ന്. അവിടെ എങ്ങനെയാണ് ഒരു ദർഗ വന്നത്? പണ്ട് മുഗളന്മാരുടെ ആക്രമണത്തിൻ്റെ കാലത്ത് സിക്കന്ദർ ഷാ എന്ന് പറയുന്ന ഒരു മുഗൾ സേനാധിപൻ മധുര ആക്രമിച്ച് അയാളുടെ അധീനതയിൽ വലിയ കൂട്ടക്കൊലകൾ നടത്തി. ഒന്നെങ്കിൽ നിങ്ങൾ മുസ്ലിം ആവണം, അല്ലെങ്കിൽ കൊല്ലപ്പെടണം എന്ന് പറഞ്ഞ് വലിയ ആക്രമണങ്ങൾ ഹിന്ദുക്കൾക്ക് നേരെ നടത്തി. അയാളാണ് ഈ സിക്കന്ദർ ഷാ. ഈ സിക്കന്ദർ ഷായുടെ ആക്രമണത്തിൽ ഹിന്ദുക്കൾ വല്ലാതെ കൂട്ടത്തോടെ കൊല്ലപ്പെടുന്നത് കണ്ട് വിജയനഗര ചക്രവർത്തി തൻ്റെ സൈന്യത്തെ അങ്ങോട്ട് അയച്ചു ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി. അങ്ങനെ ഈ മുഗളപ്പടയെ, സിക്കന്ദർ ഷായുടെ കൊലയാളി സംഘത്തെ വിജയനഗര ചക്രവർത്തിയുടെ സൈന്യം നേരിട്ടു, തോറ്റു. എന്നിട്ട് ഈ സിക്കന്ദർ എന്ന് പറയുന്ന മുസ്ലിം ഭീകരനായിട്ടുള്ള കൊലയാളി ഈ തിരുപ്പറംകുன்றம் മലയുടെ മുകളിൽ കയറി ഒളിച്ചിരുന്നു. അവിടെ വെച്ച് വിജയനഗരത്തിലെ പോരാളികൾ, യോദ്ധാക്കൾ, സൈനികർ ഇയാളെ കൊന്നു. അപ്പോൾ അയാൾ ആരെ കൊല്ലാൻ വന്നതാണ്? ഹിന്ദുക്കളെ കൊല്ലാൻ വന്നവനാണ്. ഹിന്ദുക്കളെ കൊല്ലാൻ വന്നവനെ ഹിന്ദുക്കളുടെ പരിപാവനമായ ക്ഷേത്രം ഇരിക്കുന്ന മലയുടെ ഏറ്റവും മുകളിൽ ഒളിച്ചിരുന്നപ്പോൾ, ഒരു ഗുഹയിൽ ഒളിച്ചിരുന്നപ്പോൾ ഹിന്ദു സേന വന്ന് കൊന്നു. പിന്നീട് എന്താ സംഭവിച്ചത്? മുരുകൻ്റെ മലയിൽ ക്ഷേത്രം ഇരിക്കുന്ന ഈ മലയുടെ ആ ഭാഗത്ത് ഏറ്റവും ഉയരം, ക്ഷേത്രം കഴിഞ്ഞുള്ള ഭാഗത്ത് ഒരു ചെറിയ ശവകുടീരം ഉണ്ടാക്കി. ശവകുടീരം ഇപ്പോൾ വലിയൊരു മസ്ജിദാണ്. എന്നിട്ട് അവർ പറയുന്നു, ഞങ്ങളുടെയാണ് ഈ സിക്കന്ദർ മല എന്നതിന് പേരിടണം എന്നാവശ്യപ്പെട്ട് ഹർജി വന്നു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ കേസ് വന്നപ്പോൾ 3 ജഡ്ജിമാരിൽ ഉള്ള ഒരു ബെഞ്ചാണ് അവസാനം തീരുമാനമെടുത്ത്. അതിലൊരു ജഡ്ജി തീരുമാനിച്ചെന്താണെന്നറിയോ? സിക്കന്ദർ മല എന്ന് പേര് മാറ്റാം, തിരുപ്പറംകുன்றம் എന്നാക്കണമെന്നില്ല. പക്ഷേ മറ്റ് 2 ജഡ്ജിമാരും പറഞ്ഞു അങ്ങനൊന്നുമല്ല, ഇത് മുരുകൻ്റെ മല തന്നെയാണ്, തിരുപ്പറംകുன்றம் എന്ന് തന്നെ പേരിടും എന്ന് പറഞ്ഞുകൊണ്ടാണ് പേര് മാറ്റാതിരുന്നത്. അതിനിടയ്ക്ക് വലിയ വിവാദമുണ്ടായപ്പോൾ മുസ്ലിം ലീഗിൻ്റെയും SDP-യുടെയും നേതാക്കന്മാർ, DMK-യുടെ നേതാക്കന്മാർ വന്നിട്ട് ഈ മല അളന്നിരുന്നു. എന്തിനാണെന്നറിയോ? വഖഫാക്കാൻ വേണ്ടിയിട്ട്. മുരുകൻ്റെ മല. ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. കേരളത്തിൽ ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അന്നും ഇന്നും ഇത് നിരന്തരം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കേരളത്തിൽ ഇതൊരു ചർച്ചയാക്കിയത്, ഹിന്ദുക്കളുടെ അടുക്കിലേക്ക് ഈ വാർത്ത എത്തിച്ചത് ഇന്ത്യ ലൈവാണ്. നിങ്ങൾ ഓർക്കുന്നില്ലേ? കർണാടകയിലെ ധർമ്മസ്ഥല എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തെക്കുറിച്ച് വ്യാജ ആരോപണം ഉണ്ടാക്കി 100 കണക്കിന് ആളുകളെ കുഴിച്ചിട്ട സ്ഥലമെന്നൊക്കെ പറഞ്ഞുള്ള കള്ളക്കഥകളുണ്ടാക്കി. അതിനെന്തൊരു പ്രചാരണമാണ് മലയാളത്തിലെ മാധ്യമങ്ങൾ നൽകിയത്. കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും എന്നും വാർത്തയായിരുന്നു ധർമ്മസ്ഥല. ഒടുവിൽ അത് വ്യാജമായിരുന്നു എന്ന് വന്നപ്പോൾ അതേക്കുറിച്ചൊരു ചർച്ചയില്ല, ഒരു വാർത്തയില്ല. അതങ്ങ് തീർന്നു. ഒതുക്കി തീർത്ത BJP അല്ലതേ. നിങ്ങൾ ആക്ഷേപിക്കുന്ന പോലെ പറഞ്ഞാൽ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ മുസ്ലിം അപ്പീസ്മെൻറ്റ് മുഖമുദ്രയാക്കിക്കൊണ്ട് നടക്കുന്ന കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിൻ്റെ പോലീസ് അന്വേഷിച്ചിട്ട് പറഞ്ഞു, പച്ചക്കള്ളമാണ്, ഈ ക്ഷേത്രത്തെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ദുഷ്പ്രചാരണമാണെന്ന് കണ്ടെത്തി. അതിവിടെ വാർത്തയായില്ല, അതിവിടെ ആരും ചർച്ച ചെയ്തില്ല. ആ ക്ഷേത്രത്തിനുണ്ടാക്കിയ ഡാമേജ് എന്താണ് എന്ന് പറയുന്നത് പോലെ തിരുപ്പറംകുன்றത്തെക്കുറിച്ച് ഒരു വാർത്തയും കൊടുത്തിരുന്നില്ല. ഇപ്പോൾ അതാ വീണ്ടും വന്നിരിക്കുന്നു. വിജയുടെ കാലത്ത് വീണ്ടും പഴയ പ്രശ്നം പൊടി തട്ടിയെടുക്കുകയാണ് എന്നാണ് റിപ്പബ്ലിക് TVയിലെ ഇന്നലെ നിർമ്മൽ കുമാർ എന്ന നിയമമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. വിജയ് സർക്കാർ വന്ന ആദ്യത്തെ ദിവസം അസംബ്ലി കൂടുകയാണ്. അസംബ്ലി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ എന്താണ് പറഞ്ഞത്? നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് സനാതന ധർമ്മത്തെ
ഉന്മൂലനം ചെയ്യണം. മുമ്പ് നേരത്തെ 2 വർഷം മുമ്പ് പറഞ്ഞ് വലിയ വിവാദമായ അതേ സ്റ്റേറ്റ്മെൻറ്റ് ഈ നിയമസഭയിൽ വിജയ് മുഖ്യമന്ത്രിയായിരിക്കുന്ന നിയമസഭയിൽ ഉദയനിധി സ്റ്റാലിൻ ആവർത്തിച്ചപ്പോൾ വിജയ് കാണിച്ച ജസ്റ്റർ എന്തായിരുന്നറിയോ? വിജയ് സ്റ്റാലിനെ നോക്കി, ഉദയനിധി സ്റ്റാലിനെ നോക്കി ഇങ്ങനെയൊന്ന് ചിരിച്ചുകൊണ്ട് തൊഴുതു. ഞാനത് വരവ് വെച്ചിരിക്കുന്നു എന്നാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. അതിനുശേഷം TVKയുടെ MLA ആയ മുസ്തഫ നിയമസഭയിൽ പ്രസംഗിച്ചു. കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞിട്ടില്ല. മുസ്തഫ എന്താ പറഞ്ഞതെന്നറിയാമോ? ഞാൻ TVK എന്ന് പറയുന്ന വിജയുടെ പാർട്ടി ചേർന്നത് തന്നെ സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യാനാണ് എന്ന്. മുസ്തഫ എന്ന് പറയുന്ന TVK MLAക്ക് അറിയില്ല, അവൻ്റെ അപ്പനപ്പൂപ്പൻ്റെ കാലത്ത് ഔറംഗസീബ് മുതലുള്ള ആളുകൾ, ബാബറിനെ പോലെയുള്ള ആളുകൾ വലിയ സേനയുമായി വന്ന് കൂട്ടക്കൊല നടത്തിയിട്ട് നശിച്ചു പോവാത്ത മതമാണ് സനാതനം. അതിനെ ഒരു സിനിമാക്കാരൻ്റെ വാലെ തൂങ്ങി MLA ആക്കിയ ഒരു കൊടിച്ചിപ്പട്ടിയോ വിചാരിച്ചാൽ ആ സനാതനധർമ്മത്തെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഹിന്ദു ധർമ്മം എന്ന് പറയുന്നത് ഹിമാലയം പോലെ നിൽക്കുന്ന ഒന്നാണ്. അതിനെ തകർക്കും എന്ന് TVKയുടെ MLA പ്രസംഗിച്ചപ്പോൾ, അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിജയുടെ പാർട്ടിയിൽ ചേർന്നതെന്ന് ഒരു MLA പ്രസംഗിക്കുമ്പോൾ അയാളെ ഒന്ന് ശാസിക്കാൻ വിജയ് തയ്യാറായിട്ടില്ല. ഇപ്പോഴാ വിജയുടെ മന്ത്രിസഭയിലെ നിയമമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു, സുപ്രീം കോടതി വരെ അംഗീകരിച്ച ഹിന്ദുക്കളുടെ അവകാശം നടപ്പാക്കാൻ പോകുന്നില്ല, അംഗീകരിക്കില്ല, ആ ദീപത്തൂണിൽ വിളക്ക് കൊളുത്താൻ സമ്മതിക്കില്ല എന്ന് പറയുന്നു. നോക്കൂ, 148 കോടി ജനങ്ങളുണ്ട്. 80% ഹിന്ദുക്കളായിട്ടുള്ള ഈ രാജ്യത്ത് ഹിന്ദുവിന് അവൻ്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ക്ഷേത്രത്തിൽ, ആ ക്ഷേത്രത്തിലെ ഒരു വിളക്കു മരത്തിൽ വിളക്ക് കൊളുത്താൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത തരത്തിലേക്ക് നമ്മുടെ രാജ്യം മാറിയിരിക്കുന്നു. ഇത് ഹിന്ദുക്കൾ തിരിച്ചറിയുന്നില്ല. അപ്പോൾ വിജയ് ആരാണ്? വിജയ് ജോസഫ് വിജയ് ആണ്. ജോസഫ് വിജയ് ക്രിപ്റ്റോയാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഏതായാലും തമിഴ്നാട് സർക്കാർ നയം വ്യക്തമാക്കിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. വിജയ് ഇത് തിരുത്തി പറയുമോ എന്നറിയില്ല. ഏതായാലും സുപ്രീം കോടതി വരെ ശരിവച്ച ഹിന്ദുക്കളുടെ അവകാശത്തിന് മേൽ, ഹിന്ദുക്കളുടെ അവകാശം അംഗീകരിച്ച് കിട്ടണമെങ്കിൽ സുപ്രീം കോടതി വരെ പോകണം ഹിന്ദുവിന്. എന്നാൽ അങ്ങനെ സുപ്രീം കോടതി അംഗീകരിച്ചാലും ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് ഒരു സംസ്ഥാനത്തെ മന്ത്രി പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഹിന്ദുവിൻ്റെ ദയനീയാവസ്ഥ. ഏതായാലും കാത്തിരുന്ന് കാണാം. തിരുപ്പറംകുന്றம் മുരുകൻ്റെ പടവീടാണ്, അവിടുത്തെ ദീപത്തൂണ് ദേവസ്വം ഭൂമിയിലിരിക്കുന്നതാണ് എന്ന് രാജ്യത്തെ പരമോന്നത നീതിപീഠം അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ വിളക്ക് കൊളുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, നാളെ നിങ്ങളുടെ വീടിൻ്റെ തൊട്ടയൽവക്കത്ത് ഒരു അന്യമതസ്ഥനാണ് താമസിക്കുന്നത് എന്നതുകൊണ്ട് നിങ്ങൾ വിളക്ക് കൊളുത്താൻ പാടില്ല, നിങ്ങൾ സന്ധ്യാനാമം ചൊല്ലാൻ പാടില്ല, പല വീടുകളിലും സന്ധ്യാനാമം ബാക്കിയുണ്ടെങ്കിൽ എന്നൊക്കെ നിയമം വന്നാലും അത്ഭുതപ്പെടാനില്ല. പ്രിയപ്പെട്ടവരെ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത ഇത്തരം വാർത്തകൾ, ദേശീയതയോടും സനാതനധർമ്മത്തോടും ചേർന്ന് നിൽക്കുന്ന വാർത്തകൾ ഞങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ലൈവാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യ ലൈവിനൊപ്പം സഞ്ചരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായും അത് ചെയ്യണം.